ശ്രീനിവാസൻ നല്ല ഓർമ്മകൾ മാത്രം നൽകുന്ന ഒരു സുഹൃത്തും ഒരു സഹോദരനും ഒരു കലാകാരനുമാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത് ഓടരുതമ്മാവ അളറിയ എന്ന പ്രിയദർശൻ്റെ സിനിമ. ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ വരും. അവിടെ വന്നു അമൃത ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് വന്നപ്പോൾ തന്നെ അഭിനയിക്കാനാണ് വന്നത്. പക്ഷേ അന്ന് ശ്രീനിവാസനെ ഞാൻ ആരാധനയോടെ കാണുന്നുണ്ട്. കാരണം ഞാൻ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മണിമുഴക്കം പോലുള്ള സിനിമകൾ ചില ഫെസ്റ്റിവലിലും ടാഗൂറിലൊക്കെ നടക്കുന്ന ചില പരിപാടികൾ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ശ്രീനിവാസനെ പറ്റി കരുതിയിരുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്. കാരണം അഭിനയിക്കുന്നതെല്ലാം വളരെ ആർട്ട് പടങ്ങളാണ്. അന്നത്തെ കാലത്ത് മണിമുഴക്കം എന്ന് പറയുന്ന ഒരു വേറെ വ്യത്യസ്തമായ സിനിമയാണ്. അപ്പോൾ അത്തരം സിനിമകളിൽ അരവിന്ദൻ്റെ KG ജോർജ് സാറിൻ്റെ സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിക്കുന്ന കണ്ടിട്ട് സീരിയസ് ആയിട്ടുള്ള ആളായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. പ്രിയദർശനും സുരേഷ് കുമാറാണ് എന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഓടരുതമ്മാവ അളറിയ എന്ന സിനിമ പ്രിയദർശൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് കഥയുണ്ട് പ്രിയദർശൻ്റെ കയ്യിൽ, പക്ഷെ തിരക്കഥയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം തന്നെ പറയാറുണ്ട്, പ്രിയദർശൻ തിരക്കഥ എഴുതാമെങ്കിൽ തനിക്ക് അഭിനയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീനിവാസനെ വിളിച്ചുകൊണ്ട് വന്ന് തിരക്കഥ എഴുതാൻ ഇരുത്തി അന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഞാനും സിനിമയിലൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തെ എല്ലാവരും ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ ഇദ്ദേഹം റൂമിൽ തന്നെ ഇരുന്ന് എഴുത്താണ്. അപ്പോൾ ഒന്നുമില്ല, ഒരു മുണ്ട് മാത്രം ഉടുക്കും, എന്നിട്ട് ആ മുറിയിലിങ്ങനെ ഇരിക്കും, എന്ത് എഴുതണം. അപ്പോൾ എന്നോട് പറയും പിന്നെ അദ്ദേഹം പറയുന്നത് ഈ സിനിമയുടെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ടുണ്ട്. അപ്പോൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടാലേ എനിക്ക് എഴുത്ത് വരുത്തുള്ളൂ എന്നായി. കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് ഷൂട്ടിംഗ് തുടങ്ങി. അവിടെ ഷൂട്ടിങ്ങിന് രാവിലെ എല്ലാവരും പോയിട്ട് അവിടെ നിന്നൊരു കാറ് താഴെ വന്ന് കിടക്കും. സീൻ എഴുതി കൊടുത്തിട്ട് വേണം അടുത്ത സീൻ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം പ്രിയദർശൻ്റെ ബോയിങ് അദ്ദേഹം എഴുതി. അതുപോലെ എല്ലാ സിനിമയും ഇങ്ങനെയാണ്, സ്ക്രിപ്റ്റൊന്നും ഉണ്ടാവില്ല. അവിടെ വന്നു കഴിയുമ്പോൾ ശ്രീനിവാസൻ അഭിനയിക്കാൻ വരും, കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, ശ്രീനിവാസൻ എഴുതും, അങ്ങനെയാണ്. പക്ഷേ മലയാള സിനിമയിൽ ശ്രീനിവാസനെ പോലെ സറ്റയർ എഴുതിയ ഒരു സംവിധായകൻ എഴുത്തുകാരനുമില്ല. അത് സന്ദേശം എന്നുള്ള സിനിമയായാലും വരവേൽപ്പ് എന്നുള്ള സിനിമയായാലും കേരളത്തിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൻ്റെ പരിച്ഛേദം ഇതുപോലെ അവതരിപ്പിക്കാൻ കഴിഞ്ഞൊരു സംവിധാനം. എനിക്ക് ആരാധനയുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ എഴുതിയ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള വളരെ രസകരമായൊരു സൗഹൃദമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഏതൊരു വിഷയത്തെക്കുറിച്ചും ഈ മരിക്കുന്ന കാലം വരെയും അടുത്ത കാലം വരെയും അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഏത് വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ധാരണയുണ്ട്. ആ ധാരണയിൽ ചില തമാശകൾ വളരെ സരസമായിട്ട് അതിനെ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ വളരെ സരസമായിട്ട് പറഞ്ഞിട്ട് നമ്മളോടൊപ്പം അദ്ദേഹം തന്നെ പൊട്ടിച്ചിരിക്കും. അതാണ് ശ്രീനിവാസൻ. കാരണം ചിരിക്കാൻ എല്ലാത്തിനെയും ഒരു നർമ്മത്തിലൂടെ കാണാനുള്ളൊരു മനസ്സ്. നമ്മൾ വിമർശനങ്ങളൊക്കെ നമുക്ക് എന്നും മലയാള സിനിമയിൽ എന്നും നിൽക്കുന്ന പൊളിറ്റിക്കൽ മൂവിയാണ് സന്ദേശം. ഇന്നും അതിൽ മാറ്റമില്ല. അതിൽ UDF കാണാം, LDF കാണാം, അന്നത്തെ കാലത്ത് വളർന്നു വരുന്ന ഒരു NDA കാണാം ആ സിനിമയിൽ. കാരണം മൂന്നാമതൊരു സാധനം ഇങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്, രണ്ട് കക്ഷികളല്ലാതെ എന്നുള്ള ഈ ഒരു തമാശ അന്ന് ശ്രീനിവാസൻ മുന്നിട്ട് കണ്ടു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നമ്മുടെ നാടിനെക്കുറിച്ചുള്ള സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. സമരങ്ങൾ, അതിലെ തമാശകൾ, പിന്നെ രാഷ്ട്രീയം അറിയാത്ത അച്ഛനമ്മമാർ അവരുണ്ട് ഈ സിനിമയിൽ. സന്ദേശം സിനിമയിൽ രാഷ്ട്രീയം എന്തെന്നറിയാത്ത അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛൻ റെയിൽവേയിൽ നിന്ന് മടങ്ങിയ തിലകഞ്ചേട്ടൻ്റെ കാരണമുണ്ട്. അദ്ദേഹത്തിന് കേരളത്തിലെ ഒരു രാഷ്ട്രീയം, ഇന്ത്യയിലെ രാഷ്ട്രീയം അറിയത്തില്ല, തൊഴിൽ മാത്രം ചെയ്ത ജോലി മാത്രം അറിയാവുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ ആ സമൂഹത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും കണ്ടെത്തുന്നു. അത് വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമ, നമ്മൾ ഓർത്തോർത്ത് ചിരിക്കുന്ന കഥാപാത്രം വടക്ക് നോക്കി യന്ത്രം. അതിലെ ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളെ ഇത്ര മനോഹരമായി, ഇത്ര രസകരമായി നമ്മൾ തന്നെ പലപ്പോഴും ഈ വടക്ക് നോക്കി യന്ത്രത്തിലെ ദിനേശനായിട്ട് മാറാറുണ്ട്. നമ്മുടെ മനസ്സിൽ തന്നെ പലപ്പോഴും തോന്നും, എല്ലാവർക്കും തോന്നാതെ അതെന്തൊരു മനുഷ്യൻ്റെ മനസ്സിനെ ഇതുപോലെ അപഗ്രഥിക്കാനും അതിനെ സരസമായി അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു എഴുത്തുകാരൻ, ഒരു ഫിലിം മേക്കർ മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടമാണ്. ശ്രീനിവാസൻ്റെ ഓരോ കഥാപാത്രങ്ങൾ, ഇപ്പം സന്ദേശത്തിലെ ശങ്കരാടിച്ചേട്ടൻ്റെ ക്യാരക്ടർ നമ്മളിപ്പോഴും പറയാറുണ്ട്. അതിൽ ഒരു ഇലക്ഷൻ കഴിയുമ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, അല്ല നമ്മളെന്താ തോറ്റേ അത് പറയൂ എന്ന് നേതാവിനോട് ചോദിക്കുന്ന ബോബി കുട്ടാകരയുടെ കഥാപാത്രം, ആ ഒരു അന്തർധാര, ഇതൊക്കെ ശ്രീനിവാസൻ്റെ മനസ്സിൽ അല്ലാതെ മറ്റൊരാളുടെ മനസ്സിൽ ഉദിച്ചില്ല. ഇപ്പോൾ മറ്റു രാഷ്ട്രീയ സിനിമകൾ എഴുതിയവരൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല സിനിമകളാണ്. പക്ഷേ ലൈവായിട്ട് അതിൻ്റെ കാര്യം എന്തറിയാം, ഈ പറയുന്നതെല്ലാം സത്യമായതുകൊണ്ടാണ്. ഇപ്പോൾ രഞ്ജി പണിക്കർ നല്ല രാഷ്ട്രീയ സിനിമകൾ എഴുതിയാണ്, അതൊക്കെ അന്നത്തെ കാലത്ത് വലിയ കോളിലൊക്കെ സൃഷ്ടിച്ച രാഷ്ട്രീയ സിനിമകളാണ്. പക്ഷേ ആ സിനിമയല്ല. ശ്രീനിവാസൻ്റെ സന്ദേശം എന്ന സിനിമ വളരെ ലളിതമാണ്, വരവേൽപ്പ് വളരെ ലളിതമാണ്. പക്ഷേ ശ്രീനിവാസൻ പറഞ്ഞ കഥ ഇന്നുമുണ്ട്. അന്ന് ആ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇപ്പോഴും സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് വലിയൊരു ഒരു എഴുത്തുകാരൻ്റെ വലിയൊരു മനസ്സിൻ്റെ ഒരു കഴിവും ആഴവും